ഇത്തവണ ആരായിരിക്കും ചവറ എടുക്കുക എന്ന ചോദ്യവുമായി നമ്മൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ ചവറയിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ഇത്തവണ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? UDF ജയിക്കും. UDF അധികാരത്തിൽ വരുവോ? ഇയാൾക്ക് എന്താണ് വയ്യേ? ഒരു ചോദ്യം ചോദിച്ചോട്ടെ? വേണ്ട. ഇത്തവണ ചവറയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഞാൻ ചവറയിലല്ല. അയ്യോ സാറേ, ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല. എന്റെ പേര് ജോസഫ് കുറുവില. ചേട്ടാ ഓടരുത്, ഞാൻ പുറകെ ഓടും. നീ എവിടെന്നാണ് വന്ന മരഭൂതമേ? ചേട്ടാ ഇത്തവണ ആരാണ് ചവറയിൽ ജയിക്കാൻ പോകുന്നത്? കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. ചവറയിൽ ആരായിരിക്കും വിജയിക്കുന്നത്? ഒരാളെ ജയിക്കാൻ നീണ്ടകര താലൂക്ക് ആശുപത്രി എവിടെ? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. പരിമണത്തോ? അതെന്താ തുറക്കാത്ത? പുതിയ കെട്ടിടം എന്തുകൊണ്ട് തുറക്കുന്നില്ല? എന്താ ചേട്ടാ സർട്ടിഫൈഡ് സംഘാവ്? ഇപ്പോഴത്തെ MLA പറ്റി എന്താണ് അഭിപ്രായം? കുഴപ്പമില്ലെന്നൊക്കെ ഉള്ളൂ. അങ്ങനെ പോരാ. ചായക്കടയിലൊക്കെ എന്താണ് ചേട്ടാ സംസാരം? ചവറയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഉദ്ദേശം വെച്ചിങ്ങനെ കബഡിക്ക് നിർത്തിട്ട് ചവറയിൽ ഇത്തവണ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഷിബു ബേബി ജോൺ വിജയിക്കും. കാരണം എന്താണ്? ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന കൺസ്ട്രക്ഷൻ അക്കാഡമി, മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. ഊർജ്ജമാകണം. ഈ പ്രാവശ്യം 2 വർഷത്തേക്ക് അപേക്ഷിച്ച് ശിവ സാർ തന്നെ ജയിക്കത്തുള്ളൂ. ജയിക്കേണ്ടവർ ജയിക്കും. ഈ ജെൻസി കുട്ടികളുടെ ഇടയിലൊക്കെ ഇത് തന്നെയാണോ സംസാരം? എല്ലാവരുടെ അഭിപ്രായം ചോദിക്കും. നമുക്കിപ്പോ എല്ലാവരോടും ചോദിക്കുക. ഓട്ടോ സ്റ്റാൻഡിൽ ഒരാളെയും വെറുതെ വിടുന്ന പരിപാടിയില്ല. ഇവിടെ രാഷ്ട്രീയം അറിയില്ല. ബോർഡ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ചവറയിൽ ഇത്തവണ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ചവറയിൽ എങ്ങനെ സിറ്റിംഗ് MLA ആയ ഡോക്ടർ സുജിത് വിജയൻ പിള്ളയും മുൻപ് തൊഴിൽ വകുപ്പ് മന്ത്രിയൊക്കെ ആയിരുന്ന ഷിബു ബേബി ജോണുമാണ് വലിയ മത്സരം കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഇത്തവണ ആരായിരിക്കും ചവറ എടുക്കുക എന്ന ചോദ്യവുമായി നമ്മൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പൊ ചവറയിൽ ആരാണ് ജയിക്കാൻ പോകുന്നത്? ഷിബു ബേബി ജോൺ. ഒരു സംശയമില്ല. എല്ലാരും പറഞ്ഞ ഭയങ്കര വലിയ പോരാട്ടമാണ്. പോരാട്ടത്തില് നമുക്ക് ചവറയുടെ വികസനം തിരിച്ചുപിടിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഷിബു ബേബി ജോൺ തിരിച്ചു വരണമെന്നാണ്. ചവറയിൽ ശരിക്കും ഇപ്പൊ എന്തൊക്കെയാണ് പ്രശ്നങ്ങളായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായ വികസനം എന്ന് പറയുന്ന റോഡും കുറെ കൺസ്ട്രക്ഷൻ ചെയ്ത ബിൽഡിങ്ങുകളും മാത്രമല്ല, അടിസ്ഥാനപരമായി ചവറയെ സംബന്ധിച്ച് മോണോസൈറ്റ് ഇലിമിനേറ്റ് കിട്ടുന്ന ലോകത്തിലെ, അതായത് അമേരിക്ക പോലും മാർക്ക് ചെയ്യുന്നൊരു സ്ഥലമാണ് ചവറ. ആ ചവറയെ നമുക്ക് ഇനിയും നമുക്ക് സ്പോഞ്ച് ഫാക്ടറി മാത്രമല്ല, അതിൻ്റെ ഉപോൽപ്പന്നങ്ങളായി ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു സാധനമാണ് മോണോസൈറ്റ് എലിമിനേറ്റർ എന്ന് പറയുന്നത്. അത് മുട്ടുസൂചി മുതൽ ഹെലികോപ്റ്റർ വരെയുള്ള നിർമ്മാണത്തിന് അത്യന്താപേക്ഷിത ഒരു സാധനമാണ്. അത് പ്രകൃതി കനിഞ്ഞു നൽകിയ ഒരു മണ്ണാണ് ഞങ്ങളുടേത്. അപ്പം ഞങ്ങൾ ഇവിടുത്തുള്ള യുവാക്കൾക്കൊക്കെ ഇനിയും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അവർക്ക് അത്തരത്തിലുള്ള തൊഴിൽ മേഖലകളിലേക്ക് എത്തണം. അതിനിപ്പം ഷിബു ബേബി ജോൺ കൊണ്ടുവന്ന കൺസ്ട്രക്ഷൻ അക്കാഡമി, മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട്, അത്തരത്തിലുള്ള സംഭവങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. ഊർജ്ജമാകണം. നമുക്ക് അടിസ്ഥാനപരമായി തൊഴിലാണ് രാജ്യത്തിൻ്റെ ആവശ്യം. നമ്മൾ അതിന് വേതനം കൊടുക്കുക എന്നതല്ല, മറിച്ച് യുവാക്കളെ അത്തരത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ യങ്ങേഴ്സ്, നമ്മുടെ യുവാക്കൾ, നമ്മുടെ ചെറുപ്പക്കാരിന്ന് പൊക്കോണ്ടിരിക്കുന്ന വിദേശത്തേക്കാണ്. ആ കുട്ടികൾ പഠിക്കുന്ന എൻ്റെയും നിങ്ങളെപ്പോലുള്ളവരെ നികുതിപ്പണത്തിൻ്റെ ഒരു ഭാഗം കൂടി നമുക്ക് ചിലവാക്കിയാണ് അവരെ നമ്മൾ പഠിപ്പിച്ചെടുക്കുന്നത്. അത് നമ്മുടെ നാടിന് വേണ്ടി ഉതകത്തക്ക രൂപത്തിൽ നമുക്കവരെ കിട്ടണം. പക്ഷേ അത് പലപ്പോഴും എന്തുകൊണ്ട് അവർ പോകുന്നു അവിടെ നമ്മൾ ചിന്തിക്കണം. BSc നേഴ്സ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിക്ക് നമ്മുടെ നാട്ടിൽ ഹോസ്പിറ്റലിൽ അവന് എത്ര രൂപയാണ് ശമ്പളം കിട്ടുന്നത്? 10 അല്ലെങ്കിൽ 20. അത് 12 മണിക്കൂറൊക്കെ ജോലി. നേരെ മറിച്ച് അവരെ വിദേശ രാജ്യങ്ങൾ വിളിക്കുന്ന എന്താണ്? 1 1.5 കൊടുത്താണ് അവരെ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവർ അത്തരത്തിലുള്ള എല്ലാ സ്കിൽഡേഴ്സും അങ്ങനെ പോകുമ്പോൾ നമ്മുടെ രാജ്യം ഒരു ഓൾഡേജായി മാറരുത്, നമ്മുടെ സംസ്ഥാനം ഓൾഡേജായി മാറരുത്. അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ചവറ ഉൾപ്പെടെ കേരളത്തിനെന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രിയാണ്, ദൈവത്തിൻ്റെ സ്വന്തം നാടാണ്. ആ നാടിൽ ഒരുപാട് പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ ഒരുപാട് കാര്യങ്ങളുണ്ട്.
അതെല്ലാം നമുക്ക് വേണ്ടും വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്ന ഏത് ഗവൺമെൻറ് വന്നാലും LDF or UDF ഏത് ഗവൺമെൻറ് വന്നാലും നമുക്ക് അത്തരത്തിലുള്ള വികസനങ്ങൾ ഉള്ള കാഴ്ചപ്പാടിലേക്കായിരിക്കണം ഒരു ഗവൺമെൻറ് വരുന്നത്. അത്തരത്തിലുള്ള വ്യൂ ഉള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം വരേണ്ടുന്നത് എന്ന ആഗ്രഹക്കാരനാണ് ഞാൻ. ഓക്കെ, താങ്ക് യു. ചവറയിൽ ഇത്തവണ ആര് ജയിക്കും? ഒന്നും പറയാനൊക്കെ അത്രയ്ക്ക് ടൈറ്റ് കോമ്പറ്റീഷൻ ആണോ? ആണ്. ഒന്നും പറയാനൊക്കില്ല. എന്നാലും ഒരു ഉദ്ദേശം വെച്ചിങ്ങനെ കബഡിക്ക് നിർത്തിട്ട് ഇല്ല. ജയിക്കും. ഷിബു ബേബി ജോൺ ജയിക്കും. ചേട്ടൻ എന്താ പറയുന്നേ? ആണ്. ഇപ്പോഴത്തെ MLA പോരാന്നാണോ? നമുക്ക് അത്ര പോരാ. പോരാ. ഈ സ്വന്തം പാർട്ടിക്കാർക്ക് മാത്രം എന്തെങ്കിലും ചെയ്തു കൊടുക്കും? അവർക്ക് വേണ്ടി നിൽക്കുന്ന MLA അല്ലേ? ആണല്ലേ? നമുക്ക് പറ്റത്തില്ല. അവസരവാദിയാണ്. നമ്മള് ഞാനൊരു വിജയം പിള്ളയും അവരെ പിള്ളയായിട്ട് തോറ്റതിന് ശേഷം പിന്നെ ഞാൻ അങ്ങനെ പാർട്ടിയായിട്ടൊന്നും ഇല്ല. അന്നേരം തോന്നുന്ന ആർക്കത്. പക്ഷെ ആര് ജയിക്കണമെന്നാണ് ആഗ്രഹം? ഒന്നും പറയാത്തവരാണ്. ഇല്ല. അത്ര ഞാൻ ഉറപ്പിച്ചു പറയാം. ഗവൺമെന്റ് ഉണ്ടാവണം. ഓ, അതാണ് ആഗ്രഹം. അപ്പൊ രമേശ് ചെന്നിത്തല എന്ത് ചെയ്യും? അത് മുഖ്യമന്ത്രി ആരുമായിട്ട് എടുക്കാമെന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. രാജീവ് ഗാന്ധി പറഞ്ഞിട്ടില്ലല്ലോ. അതാണ് ഹൈക്കമാൻഡ് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല. ആ, പിന്നെ എന്തിനു CPM പറയുന്നതായിട്ട് നമ്മളെ കൂടെ ഉണ്ടല്ലോ. ആ, അവര് വിളിയാ പോലെ. ചേട്ടാ ഇത്തവണ UDF ഭരണത്തിൽ വരുവോ? വരും. ഉറപ്പ്. ബെറ്റ്. ആ, ചേട്ടൻ വീട് എവിടെയാ? എന്റെ വീട് ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ. ആ, ഇലക്ഷൻ കഴിഞ്ഞ് ഞാൻ വരുന്നുണ്ട്. നമുക്ക് അമ്മ ഇവിടെ കാണാം. ഇവിടെ ചായക്കടയില്. ഓക്കെ. ചേട്ടാ ഇത്തവണ ചവറയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഇപ്പഴോ? ആ, എന്റെ ഇതില് ഷിബു ആയിരിക്കണം. ഷിബു ബേബി ജോൺ വിജയിക്കും. അതെന്തുകൊണ്ടാണ്? എന്റെ ഒരു ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ എന്താണ് അഭിപ്രായം? വികസനമൊക്കെ വളരെ മോശമാണ്. ഒന്നും ചെയ്തിട്ടില്ല എന്നാണോ? ചെയ്തിട്ടില്ല. ഇല്ല. 10 കൊല്ലമായിട്ട്. പിന്നെ KMMന്റെ സ്ഥലം അവിടെ ചിറ്റൂർ നിവാസികളുടെ പ്രശ്നം അത് പരിഹരിച്ചിട്ടില്ല. അങ്ങനെ കുറെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഷിബു ബേബി ജോൺ വിജയിക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒരു പൊതുവേ ഉള്ള ഒരു ചവറയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? പറ്റും. പറയൂ. പ്രവചന മത്സരമാണ്. പറയൂ. പറഞ്ഞ അത് നമുക്ക് ഭാവിയിൽ എന്നാ രഹസ്യമായിട്ട് പറഞ്ഞു, ആരോടും പറയത്തില്ല. നീ മൈക്കൊക്കെ മാറ്റി പിടിച്ച് പറഞ്ഞു. ഇല്ല, പറയൂല. ഇല്ല, പറഞ്ഞോ? ഇല്ല, പറഞ്ഞു. പിന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പിന്നെ പറഞ്ഞിരുന്നതാണ്. ഇത്തവണ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? UDF ജയിക്കും. UDF അധികാരത്തിൽ വരുമോ? വരും. അത്രേ ഉള്ളൂ. അപ്പൊ ആരായിരിക്കും ജയിക്കുന്നത് ഇവിടെ? ഷിബു സാർ ജയിക്കും. ചവറയിൽ ഇത്തവണ ആരായിരിക്കും ജയിക്കുന്നത്? UDF ജയിക്കും. ഇത്തവണ UDF അധികാരത്തിൽ വരുമോ? ഉറപ്പായിട്ടും. ഷിബു ബേബി ജോൺ ജയിക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത്. ഇപ്പോഴത്തെ MLA പറ്റി എന്താണ് അഭിപ്രായം? കുഴപ്പമില്ല എന്നൊക്കെ ഉള്ളൂ. അങ്ങനെ ചവറയിൽ ഇത്തവണ ആര് വിജയിക്കും? അതെന്തുകൊണ്ടാണ്? ഭരണം മോശമാണല്ലേ? എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ? അങ്ങനെ അനേകം പ്രശ്നങ്ങളുണ്ട്. നീണ്ടകര താലൂക്ക് ആശുപത്രി ഉദ്ഘാടനം ചെയ്തിട്ട് തുറന്നിട്ടില്ല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലേ? ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ? ഉണ്ട്. അപ്പൊ അടുത്ത UDF സർക്കാർ അധികാരത്തിൽ വരുമോ? തീർച്ചയായിട്ടും വരും. അതെ, ഉറപ്പായിട്ട് വരും. ഏത് നാട്ടിൽ പോയാലും അവിടുത്തെ രാഷ്ട്രീയം കൃത്യമായി പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് നമ്മുടെ ഓട്ടോ ചേട്ടന്മാരാണ്. ഇതാണോ നിങ്ങളുടെ നേതാവ്? അതെ. ഇല്ല, ഇത്രയും പേര് പറഞ്ഞ സ്ഥിതിക്ക് ചേട്ടാ ഇത്തവണ ചവറയിൽ ആര് ജയിക്കും? എനിക്കറിയത്തില്ല. അവർ രണ്ടുപേരും ജയിക്കും. രണ്ടുപേരും എങ്ങനെ ജയിക്കുന്ന ഒരു ഇലക്ഷൻ ആയിട്ട്? ഇല്ല. ആ, പറയൂ ചേട്ടാ. കഴിഞ്ഞാൽ ജയിക്കേണ്ടവർ ജയിക്കും. അത്ര തന്നെ. പുതിയ ആള് വെക്കരുത്. ആരെയോ ഉദ്ദേശിക്കുന്ന പോലെ ഉണ്ട്. ഇപ്പൊ പറയുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. പുതിയ ആള് വെക്കാതിരുന്നാൽ ജയിക്കേണ്ടവർ ജയിക്കും. ആര് ജയിക്കണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം? ആര് ജയിക്കണമെന്നാണ് ചേട്ടന്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞോ? പറയേണ്ട കാര്യമില്ല. ഇല്ല, ആ ചേട്ടൻ പറ. ഇവരാരും പറയുന്നില്ല. എനിക്ക് ചേട്ടനില് നല്ല പ്രതീക്ഷയുണ്ട്. ജയിക്കുന്ന വെച്ചാൽ ചാൻസ് കൂടുതൽ ആണ്. പിന്നെ ഷിബുവിനും ഉണ്ട് ചാൻസ്. ഈ ഓട്ടോ സ്റ്റാൻഡിൽ മൊത്തത്തിലുള്ളൊരു സംസാരം എന്താണ്? മൊത്തം സംസാരം രണ്ടുപേർക്ക് അനുകൂലമായിട്ടുള്ള സംസാരം. ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. ഓക്കെ, കട്ടക്ക്. സാധ്യത രണ്ടുപേർക്ക് ഏകദേശം ഒരുപോലെ. എന്നാലും ചേട്ടന്റെ മനസ്സിൽ വേറെന്തോ ഉത്തരവുണ്ട്. ഉണ്ട്. പ്രേമേന്ദ്രൻ ജയിക്കുകയും ഷിബു തോൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തിന് ഇപ്രാവശ്യം തീർച്ചയായിട്ടും റിപ്ലൈ ഉണ്ടാവും എന്നാണ് കരുതുന്നത്.
അതെ. ഞാൻ പറയാൻ മനസ്സിലായോ? ഉം, പ്രേമേന്ദ്രൻ മനസ്സിലായി. ജയിക്കുകയും എൻ കെ പ്രേമേന്ദ്രൻ ജയിക്കുകയും ശിവ വിജയൻ സ്ഥിരമായി തോൽക്കുകയും ചെയ്യുന്ന സംവിധാനത്തോട് മാറ്റമുണ്ടാകും. മാറ്റം ഉണ്ടാവും. ഒരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നു. അതെ, ഷിബു സാറ് ഈ പ്രാവശ്യം ജയിക്കാൻ സാധ്യതയുണ്ട്. ആണ്, ഉറപ്പാണ്. ഷിബു സാറ്. ചേട്ടാ ഓടരുത്, ഞാൻ പുറകെ ഓടും. ചേട്ടാ, ഇത്തവണ ആരാണ് ചവറയിൽ ജയിക്കാൻ പോകുന്നത്? കൂടുതൽ വോട്ട് കിട്ടുന്നവർ ജയിക്കും. ചവറയിൽ ആരാ ജയിക്കാൻ പോകുന്നത്? ആര് ജയിക്കും നമുക്കിപ്പോ പറയാൻ പറ്റത്തില്ല. കാര്യം വെച്ചാൽ ആ, എന്നാലും എല്ലാവരും തുല്യമായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇത്തവണ ചവറയിൽ ആര് ജയിക്കും? പ്രവചന മത്സരമാണ്. നിർണായകമാ. ആ, അതെ. പിന്നെ അഥവാ ആ, ബാഹ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ഉത്തരം പറയൂ. സുജിത് വിജയൻപിള്ള. ആണോ? ആണല്ലേ. അത്ര നല്ല MLA ആയിരുന്നു. MLA നല്ലതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. ആ, പിന്നെ ഒരു ചിറ്റൂര് എന്നൊരു വാർഡ്, ഞാൻ ചിറ്റൂരുകാരനാണ്. അവിടുത്തെ ഭൂമി ഏറ്റെടുക്കുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പൊല്യൂഷൻ കൊണ്ട് ഞങ്ങളെ കിടന്ന് അനുഭവിക്കുക. ഞങ്ങൾ അവിടെ പോയിരുന്നു, സ്റ്റോറി ചെയ്തായിരുന്നു, ഞാൻ കണ്ടായിരുന്നു ആ സ്ഥലം. ചെയ്തായിരുന്നു. എല്ലാ ഇംഗ്ലീഷ് ചാനലിലും മലയാളത്തിലും എല്ലാം വന്നതാ. എന്നിട്ട് നടപടിയൊന്നുമില്ല. പൊല്യൂഷൻ കൺട്രോൾ എന്നുള്ള ഓർഡർ വരെ വന്നതാ. ഒന്നീ കമ്പനി കൂട്ടണം, അല്ലെങ്കിൽ ഈ ജനങ്ങളെ കുടിയൊഴിപ്പിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങളെയൊന്നും ആരും കുടിയൊഴിപ്പിച്ചില്ല. ഞങ്ങളെ കിടന്ന് അനുഭവിക്കുക. ശ്വാസം മുട്ടല്, ത്വക്ക് രോഗം, അങ്ങനെയുള്ള പല പല ക്യാൻസർ, പല പല രോഗങ്ങളും. ചവറയിൽ ആരായിരിക്കും വിജയിക്കുന്നത്? ഒരാളെ ജയിക്കാൻ എന്തായാലും. ആരോ ജയിക്കുന്നൊരു തോന്നലുണ്ട്. ചെയ്ത ആള് ജയിക്കും. ആ, അത് ഓഫ് ചെയ്യാൻ ഞാൻ ഒരു കാര്യം പറയാം. ഹാർബറിയാണോ? ഇത്തവണ ചവറയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ഷിബു ബേബി ജോൺ ആണോ അതോ? അതെങ്ങനെ പറയും? അറിയില്ല, എന്നാലും ഒന്നും ഏകദേശം ഒരു ധാരണയില് ഷിബു ബേബി ജോൺ വിജയിക്കാനാണ് സാധ്യത. പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. പൊതുവെ ഒരു മാറ്റം വരുമെന്നുള്ള പ്രതീക്ഷയല്ല. ഇത്തവണ ചവറയിൽ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? രണ്ട് ശക്തനായ നേതാക്കന്മാരാ, രണ്ടുപേരും ഒന്നിനൊന്ന് വെച്ചോ. അപ്പോ സിറ്റിംഗ് MLA തോൽക്കാൻ സാധ്യതയുണ്ടോ? അതിനെപ്പറ്റി നമുക്കറിയത്തില്ല, കാര്യം ജനങ്ങളായിരിക്കും അറിയത്. പക്ഷേ പഴയ ബേബി ജോണിന്റെ മകൻ ഷിബു ബേബി ജോൺ വീണ്ടും MLA ആകണം, ചിലപ്പോൾ മന്ത്രിയാകും എന്നൊക്കെ ഒരു പ്രതീക്ഷയില്ലേ? നമുക്ക് സാറിനെ ഒന്നും നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്ന ആളുകളല്ല. ബേബി ജോൺ സാറിനെയും ഷിബു സാറിനെയും നമുക്ക് ഓടിയാൻ പറ്റുന്നതല്ല മോളെ. കാര്യം ശക്തനായ നേതാവാരാ വെച്ചാൽ അവരൊരാളിനെ നമ്മൾ ജനങ്ങൾ തിരഞ്ഞെടുക്കും. അതെ. ചായക്കടയിലൊക്കെ എന്താണ് ചേട്ടാ സംസാരം? ചവറയിൽ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ഒന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും ഒന്നും ഇങ്ങനെ മിണ്ടാതെ നിന്ന് ചായ അടിക്കുന്ന സമയത്ത് എന്തൊക്കെ കേൾക്കാറുണ്ട്. ഇവിടെ രാഷ്ട്രീയം അറിയില്ല. ബോർഡ് വെച്ചിട്ടുണ്ടോ? ഇല്ല. ആ, അതെ, അപ്പുറത്തൊരു ചേട്ടനുണ്ട്. വോട്ട് കൂടുതൽ കിട്ടുന്നതായിരിക്കും. ചവറയിൽ ഇത്തവണ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ഈ പ്രാവശ്യം 2 വർഷത്തേക്ക് അപേക്ഷിച്ച് ശിവ സാർ തന്നെ ജയിക്കത്തുള്ളൂ. അതെ, അതെന്തുകൊണ്ടാണ്? ഇവിടെ സിറ്റിംഗ് MLAയുടെ വികസന പ്രവർത്തനങ്ങൾ പോരാ എന്ന് തോന്നുന്നുണ്ടോ? ഒരുപാട് പാളിച്ചകളുണ്ടായി, അതുകൊണ്ടാണ് നേരത്തെ അപേക്ഷിച്ച്. ശിവ സാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വെച്ചായിരുന്നു, അതൊന്നും പ്രാബല്യത്തിൽ വന്നില്ല. അതെ. ഭരണവിരുദ്ധ വികാരവും ഉണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പോൾ ഷിബു ബേബി ജോൺ വിജയിക്കാനാണ് സാധ്യത? 100%. ചേട്ടാ, ചവറയിൽ ഇത്തവണ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ചാൻസ് കൂടുതൽ സുജിത് വിജയൻപിള്ള ആയിരിക്കും. ആണോ? ആണെന്നാണ് എൻ്റെ ഒരു വിചാരം. പക്ഷെ നേരത്തെ ചോദിച്ചപ്പോൾ ഒരു 10 പേര് പറഞ്ഞത് ഷിബു ബേബി ജോൺ ആണെന്നാണ്. അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. മാറി തിരിഞ്ഞ് ഇവിടെ അങ്ങനെ ആയിരുന്നു മാറി തിരിഞ്ഞ് വന്നോണ്ടിരുന്നത്. പക്ഷെ കഴിഞ്ഞ 2 തവണ വിജയിച്ചത് സുജിത് വിജയൻപിള്ളയായിരുന്നു. അച്ഛനും ആ, കുറെ കാലമായി. ചവറയിൽ ആരൊക്കെയാണ് മത്സരിക്കുന്നത്? ഷിബു ബേബി ജോണും ഒന്ന് സുജിത്തും. ആ, ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? അത് ഷിബു ആയിരിക്കും. ഷിബു ബേബി ജോൺ ആണ്. എന്തുകൊണ്ടായിരിക്കും ഷിബു ബേബി ജോൺ വിജയിക്കാൻ പോകുന്നത്? ഭരണം മാറണമല്ലോ, അതുകൊണ്ട്. ഇപ്പോഴത്തെ ഭരണത്തിൽ ഒരു ഇഷ്ടക്കുറവുണ്ടല്ലേ? അല്ലേ, എനിക്ക് വലിയ പ്രയോജനമൊന്നും ഇല്ല. പറഞ്ഞതാണ്, ഭരണം എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. ചവറയിൽ ഇത്തവണ ആരായിരിക്കും ജയിക്കാൻ പോകുന്നത്? ഷിബു ബേബി ജോൺ വിജയിക്കും. കാരണം എന്താണ്? കാരണമൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി ജയിക്കത്തുള്ളൂ, എന്തായാലും ഉറപ്പാത്. ചവറയിൽ ഇത്തവണ ആരായിരിക്കും വിജയിക്കാൻ പോകുന്നത്? ചവറയില് സാധ്യത സുജിത്തിനായിരിക്കും. ആണ് സാധ്യത. വീണ്ടും തുടർഭരണം ഉണ്ടാകാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ചാൻസ് ഇല്ല. അല്ല, ഇവിടെ സിറ്റിംഗ് MLA സീറ്റ് വീണ്ടും അദ്ദേഹം MLA വരുമെന്നാണ്. സുജിത്ത് MLA ആവാനാണ് സാധ്യത. ഇതുവരെയൊക്കെയുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച്
ഇനിയുള്ള ദിവസങ്ങളിൽ മാറി മറിയുന്നെങ്കിലേ ഉള്ളൂ. അപ്പൊ ചവറയിൽ ഇത്തവണ ആരൊക്കെയാ മത്സരിക്കുന്നതെന്ന് അറിയാലോ. ഷിബു ബേബി ജോണും സുജിത് വിജയൻ പിള്ളയാണ് മത്സരിക്കുന്നത്. ഇത്തവണ ആര് ജയിക്കുമായിരിക്കും? ആര് ജയിക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ ഷിബു ബേബി ജോൺ ജയിച്ചാൽ കൊള്ളാം. അതെന്താണ്? കാര്യം ഭരണം മാറി ആ, നമുക്കൊരു തർക്കത്തിലേക്ക് കിടക്കാം. എനിക്ക് വിജയം പിള്ള ജയിക്കണം. ആ, അതെന്താണ്? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണത്തിൽ വരുന്നത് തന്നെ ഇഷ്ടം. 10 വർഷം ഭരിച്ച് എന്താണേലും പക്ഷെ പിണറായി മുഖ്യമന്ത്രിയാവാൻ താല്പര്യമില്ല. ഇല്ല ഇല്ല ഇല്ല. ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റ്. സുജിത് വിജയൻ പിള്ള വിജയിക്കണം. എന്തുകൊണ്ട് ഷിബു ബേബി ജോൺ ജയിക്കണം? ഭരണം മാറണം. അതുകൊണ്ട് 10 കൊല്ലം ഭരിച്ചില്ലേ. ഇലക്ഷന് തോറ്റപ്പോ അയാൾ പറഞ്ഞായിരുന്നു ഞാൻ ഇനി രാഷ്ട്രീയത്തിൽ ഇല്ല, കുറച്ച് നാൾ പൊതുപ്രവർത്തനത്തിന് മാറിയിരിക്കുകയാണ്. അങ്ങനെ തോൽവി വരുമ്പോ ഒരാൾ മാറി നിന്നിട്ട് പിന്നെ ഇപ്പൊ ഇലക്ഷൻ സമയം വീണ്ടും നിൽക്കാൻ വരുന്നത് ശരിയായ ഒരു ഇതാണോ? അല്ല അല്ല, അയാൾ പ്രവർത്തിക്കണമായിരുന്നു. അതെ അതെ, അതൊക്കെ ഒരു കാരണമല്ലേ. നീണ്ടകര താലൂക്ക് ആശുപത്രി എവിടെ? ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. പരിമണത്തോ? അതെന്താ തുറക്കാത്ത? പുതിയ കെട്ടിടം എന്തുകൊണ്ട് തുറക്കുന്നില്ല? പക്ഷെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. ഇല്ല, പോവാം. ചവറയിൽ പരിഹരിക്കപ്പെടേണ്ട കുറെ പ്രശ്നങ്ങളുണ്ട്. ഇവിടെ സുജിത് വിജയൻ പിള്ള വിജയിക്കുമെന്നും ഷിബു ബേബി ജോൺ വിജയിക്കുമെന്നും പറയുന്ന കുറേയധികം ആൾക്കാരുമുണ്ട്. എന്ത് തന്നെ ആയാലും ഒരു മാസത്തിനപ്പുറം ചവറയെ ആര് ഭരിക്കും, ചവറയിൽ ആര് MLA ആകുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്ത് തന്നെ ആയാലും ചവറയിൽ നിന്നും ക്യാമറമാൻ ഫഹദിനൊപ്പം മേഘ ജസ്റ്റിൻ, നേഷൻ ഫസ്റ്റ്.